മേഘ, ഇപ്പോൾ സർവേകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചില സർവേകൾ, ഏതാണ്ട് എല്ലാ സർവേയും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ മറിച്ച് ഭരണത്തിൽ ഇരിക്കുന്നവർ പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന്. അപ്പോൾ കണ്ണും അടച്ചുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നതെന്ന് നമുക്ക് ജനം തിരിച്ച് ചോദിക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാകുന്നു എന്ന് ഇവർ പറയുന്നു എന്നൊരു ചോദ്യം മറുപക്ഷത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭരണ തുടർച്ച പറയുന്നവർക്ക് ശരിക്കും PR വർക്കുകൾ മാത്രം ഭരണ തുടർച്ച കാണിക്കാൻ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ ജനത്തിന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ലേ? ഇപ്പോ എനിക്ക് തോന്നുന്നു പാർട്ടിയോടുള്ള ഒരു മിഡ് സ്നേഹമുള്ള ആൾക്കാരായിരിക്കും ഭരണ തുടർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം പറയാറുണ്ട്, അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാര്, CPM-നോട് സ്നേഹമുള്ള ആൾക്കാരെല്ലാരും പറയുന്നത് ഒരു തവണ കൂടെ ഭരണം കിട്ടിയാൽ ഈ പാർട്ടി നശിക്കും. കമ്മിയല്ല, സ്നേഹമുള്ളവർ. അപ്പൊ അവര് പറയുന്നത് ഈ ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ ഈ പാർട്ടി നശിക്കും, അതുകൊണ്ട് ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ കുറെ അധികം സർവേകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു വ്യക്തമായിട്ടുള്ളൊരു റിസൾട്ട്, ഒരു ഇമ്പാക്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെയും ഭരണവിരുദ്ധ വികാരം, ആന്റി ഇൻകംബൻസി ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പാർട്ടിയിലെ ഒരു ചെറിയ സഖാക്കന്മാരൊക്കെയാണ് ഇതൊന്നും സമ്മതിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാർ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ സർവേകളെല്ലാം തന്നെ ഒരു പറ്റ മനുഷ്യരെ കൂട്ടിയിണക്കിക്കൊണ്ട് നടത്തിയ സർവേകളാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി പല മണ്ഡലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. എവിടെ ചോദിച്ചാലും ഇപ്പോൾ CPM വിജയിക്കും, ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറയുന്ന മനുഷ്യർ പോലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണമാറ്റം ഉണ്ടാകണം. ഞങ്ങളുടെ LDF സ്ഥാനാർത്ഥി ഞങ്ങളുടെ മണ്ഡലത്തിൽ വിജയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇനി ഈ സർവേകളിലെല്ലാം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇപ്പൊ ഭരണമാറ്റം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പൊ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് ഭരണമാറ്റം? എല്ലാത്തിനും ഒരു ഉത്തരം വേണമല്ലോ. എന്തുകൊണ്ട് ഭരണമാറ്റം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വികസനമില്ലായ്മയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഹോർഡിങ്സുകൾ കാണുന്നു, ബസ്സിലെ ബ്രാൻഡിങ് കാണുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകളും അതിന്റെ പരസ്യങ്ങളും ഒക്കെ കാണുമ്പോൾ കേരളം അങ്ങ് വികസിത കേരളമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്, ഒരു മരീചിക ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എവിടെ പോയി? ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ള ചോദ്യമാണ് തിരിച്ചു ചോദിക്കേണ്ടി വരുന്നത്. അല്ല, അതില് അവരിങ്ങനെ ചെയ്തു അവര് അത് ശരിക്കും നമ്മളെ മരീചിക എന്ന രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അവർ കുറെ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ പെരുമ്പളം പാലം അവർ വന്ന ശേഷം അവർ ഉണ്ടാക്കിയ ഒരു പാലമാണ്, ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്ക് തെറ്റുപറ്റിയ ഒരു ഇടം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച കുറെ പദ്ധതികളുടെ തുടർച്ച ഇവർ ചെയ്തു. നല്ല കാര്യമാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഇതൊരു തുടർച്ചയായിരുന്നു എന്നുള്ള ബ്രാൻഡിങ് കൂടെ അതിൽ ചേർക്കണമായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് തട്ടിയെടുത്ത ഒരു സർക്കാർ എന്നുള്ള ഒരു ലേബൽ അവർക്ക് അതെ, കൊച്ചി മെട്രോ ആയിക്കോട്ടെ, വിഴിഞ്ഞം പദ്ധതി ആയിക്കോട്ടെ, ഇതെല്ലാം അവിടെയെല്ലാം ഉമ്മൻചാണ്ടിയുടെ കരസ്പർശം ഉണ്ടായിരുന്നു. ഇപ്പോ ഈ പറഞ്ഞ വാട്ടർ മെട്രോ ആണെങ്കിൽ പോലും ഇതിലെല്ലാം ഇവരുടെ എല്ലാം കരസ്പർശം ഉണ്ടായിരുന്നു. അതിനൊരു ക്രെഡിറ്റ് കൊടുക്കാതെ അവരുടെ തുടർച്ചയാണ് ചെയ്തത്. അതെ, അവിടെ വെള്ളത്തിൽ പണിക്കാരെ ഇറക്കി സമരം ചെയ്ത ആൾക്കാരൊക്കെ ഈ പറഞ്ഞ ഇപ്പൊ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭൂതകാലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതെല്ലാം എതിർത്തവർ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഒരു വിരോധാഭാസം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ ഇവർ എടുത്തു നടത്തുന്നു, അതിന്റെ തുടർച്ച നടത്തുന്നു എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ എല്ലാം പിതൃത്വം ഒരുമിച്ച് ഏറ്റെടുക്കാൻ നിന്നപ്പോഴാണ് ചെയ്ത കാര്യങ്ങൾ കൂടി അവിടെ ഇല്ലാതായി പോയത്. അതെ, അല്ല, ഇതിലെ ഈ വികസനം അവർ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ വികസനത്തിന്റെ ഒരു പങ്ക് അവരുടെ തന്നെ ആൾക്കാർക്ക് അതിന്റെ വീതം പോകത്തക്ക രീതിയിലും പോയിട്ടുണ്ട്. ഇപ്പൊ ഊരാളുങ്കൽ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ഇവരുടെ എല്ലാ വർക്കുകളും പോയിട്ടുള്ളത്. അത് നമ്മൾ ഇവിടെ കാണാതെ പോകരുത്. മനസ്സിലായില്ലേ? എന്ത് വികസനം ഉണ്ടാകുമ്പോഴും ആർക്കാണ് പോയിട്ടുള്ളത്? കണ്ണൂരുള്ള അവരുടെ സഖാക്കൾക്കാണ് അതിന്റെ വീതം പോയിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. കാരണം അത് ഒരു വശത്തൂടെ ജനം അറിയുമ്പോഴത്തേക്കാണ് എന്ത് വികസനം, അവരുടെ പോക്കറ്റ് വികസിച്ചു എന്നുള്ള സത്യം അപ്പോഴാണ് മനസ്സിലാകുന്നത്. അതെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഭരണ തുടർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അത് ഈ സഖാക്കന്മാര് തന്നെയാണ്. കമ്മീഷൻ കിട്ടുന്നുണ്ട്, കുറെ ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് PSC നിയമനത്തിന്റെ പേരിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ
കോൺട്രാക്ട് വർക്ക്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ VK പ്രശാന്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഭരണ തുടർച്ച ഉണ്ടാകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതിൽ, സ്വന്തമായി ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ജനം അത് മറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആന്റി ഇൻകംബൻസി എവിടെ നിൽക്കട്ടെ, ഇപ്പുറത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാല് ഒരു പിണറായി വിരുദ്ധതയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയോടുള്ള അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 2 മാസം മുൻപ് വരെ ധാർഷ്ട്യത്തിന്റെ മുഖമായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ ഒരു പൂക്കിയായിരിക്കുന്നു, ഒരു വളരെ വളരെ സൗമ്യമായി സംസാരിക്കുന്ന. അങ്ങനെയാണ് കാര്യം വെച്ചാൽ ഭരണത്തിൽ കയറുമ്പോൾ അത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ചില തലമുതിർന്ന ആൾക്കാർ പറയും ഭരണത്തിൽ കയറി കഴിയുമ്പോൾ ഇവർ കണ്ണു തുറക്കത്തില്ല. പാർലമെന്ററി തലത്തിൽ ഒരു MLA അല്ലെങ്കിൽ പാർട്ടി ഭരണത്തിൽ കയറുമ്പോൾ അറിയില്ല. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ എന്തുണ്ട് സഖാവേ എന്ന് ചോദിച്ചു വന്ന് സ്നേഹം കൂടുന്ന ഒരു രീതി അത് ഇവർക്കുള്ളതാണ്. ആ ഒരു രീതി തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്നാണ്. അത് നാളെ ഇവരെ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് നേരെ അനുഭവം ഉള്ളതാണ്. അന്ന് വരെ നമ്മളെ കണ്ടാൽ നേരിട്ട് അവർ ചിരിക്കുകയോ മുഖത്ത് നോക്കുകയോ ചെയ്യില്ല. ഇലക്ഷൻ അടുത്ത് വരട്ടെ, 1 മാസം ആവാറാവട്ടെ, എന്തുണ്ട് ദാസേ വിശേഷം എന്ന് ചോദിക്കുന്ന നിരവധി പേര് എന്റെ നാട്ടിലുണ്ടായിരുന്നു. അതെ, ഇപ്പൊ നേരിട്ടല്ലെങ്കിൽ പോലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും TV-യിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സഖാവ് പിണറായി വിജയൻ ഇത് എന്ത് പറ്റി പഠിപ്പിച്ചതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പോഡ്കാസ്റ്റുകളിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 9 വർഷക്കാലം അദ്ദേഹം ഇത് തുടർന്നിരുന്നുവെങ്കിൽ, സ്നേഹത്തിന്റെ സൗമ്യമായ ഒരു മുഖമായിരുന്നുവെങ്കിൽ, ഈ പറഞ്ഞ ജനസമ്മതി കൂടി തന്നെ 3ാം പിണറായി സർക്കാർ വേണമെന്ന് ജനങ്ങൾ പറഞ്ഞു തന്നെ, ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും പിണറായിയോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നേനെ. പക്ഷെ അതിപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതെ. അപ്പോൾ ഈ സർവേകളിലെല്ലാം പറയുന്നത് ഇപ്പോ ഭരണം മാറണം എന്ന് ആഗ്രഹിക്കുന്നതിനൊപ്പം തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി മാറണം. അതിൽ പല ഓൾട്ടർനേറ്റീവ്, VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നവരുണ്ട്, രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. എന്ത് തന്നെയായാലും വികസനമില്ലായ്മയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വികസനമില്ല എന്ന് ഇപ്പൊ ഈ കുറെ അധികം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. പാലങ്ങൾ കെട്ടിയിട്ടുണ്ട്, മറ്റ് റോഡ് വികസനം നടന്നിട്ടുണ്ട്, എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഒരു സ്വാഭാവികമായ കാലത്തിന്റെ മാറ്റമായിട്ട് മാത്രമാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെ വികസനം ഉണ്ടാകില്ല എന്നൊരു പറച്ചിലുണ്ടായിരുന്നു, അത് ഞങ്ങൾ മാറ്റിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഞാൻ ഇത് പറയുന്നതൊക്കെ പക്ഷെ ഇതെല്ലാം ഒരു സ്വാഭാവികമായുള്ള മാറ്റം. ഇപ്പോ ചില ഡിപ്പാർട്ട്മെന്റുകളെല്ലാം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, വളരെ മോശം രീതിയിൽ പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെന്റുകളുമുണ്ട്. ഇതെല്ലാം വളരെ സെപ്പറേറ്റ് ആയിട്ട് കുടുംബം ബേസ് ചെയ്ത്, ഓരോ സ്ഥലങ്ങൾ ബേസ് ചെയ്ത് ഇതിന്റെ എല്ലാം അഭിപ്രായങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട നല്ലത് സംഭവിച്ച കുടുംബങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പോസിറ്റീവായിട്ടും, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന് വീഴ്ച പറ്റിയ സംഭവങ്ങളുണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭരണ തുടർച്ച ഉണ്ടാകരുത് എന്ന് പറയുന്ന ഒരു അഭിപ്രായമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മിക്സ്ഡ് ഒപ്പീനിയനുകളായിട്ടാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഒരു വലിയ UDF തരംഗം കേരളത്തിൽ ഒട്ടാകെയുണ്ട്. അപ്പോൾ ഈ തരംഗം 9ാം തീയതി വരെ ഇങ്ങനെ തുടർച്ചയായി പോവുകയാണെങ്കിൽ തീർച്ചയായും ജനം ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭരണമാറ്റം ഉണ്ടാകും, മുഖ്യമന്ത്രി മാറും, ഭരണം മാറും, ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഒരു മാറ്റം വരുമെന്നുള്ളതാണ്. അല്ല, അതിൽ മേഘ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് വയ്ക്കാം, വികസനം നടന്നാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മുഖം മാറണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ഇടത് നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ടാൽ വോട്ട് ചെയ്യണമെന്ന് തോന്നുന്ന LDF-കാർ പോലും വോട്ട് ചെയ്യില്ല എന്ന്.